ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 SLC പരീക്ഷയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫോക്കസ് ഏരിയയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സും അതോടൊപ്പം അതിനെ ബേസ് ചെയ്ത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമുക്ക് ആദ്യം കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്റർ നോക്കാം. ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ ആയിട്ട് നിശ്ചയിച്ചിട്ട ടോപ്പിക്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാനിവിടെ ഷോ ചെയ്തിട്ടുണ്ട്. ഷെല്ലുകളും സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് തുടങ്ങി കുറച്ച് ടോപ്പിക്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ എഫ് ബ്ലോക്കൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് ഈ ഓരോ ടോപ്പിക്സും അതിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നോക്കാം. അതിനുശേഷം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ വിശകലനവുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം, ഈ ബോർ മോഡൽ പ്രകാരം, ബോർ കൺസെപ്റ്റ് പ്രകാരം ഒരു ആറ്റത്തിന് മുഖ്യ ഷെല്ലുകളായിട്ട് ഉള്ളത് KLMN. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് മുഖ്യ ഷെല്ലുകൾ. KLMN എന്നീ മുഖ്യ ഷെല്ലുകളാണുള്ളത്. അതിൽ ഓരോ ഷെല്ലിലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണവും നമ്മൾ പഠിച്ചതാണ്. K ഷെല്ലിൽ 2 ഇലക്ട്രോൺ, L ഷെല്ലിൽ 8 ഇലക്ട്രോൺ, M ഷെല്ലിൽ 18 ഇലക്ട്രോൺ, N ഷെല്ലിൽ 32 ഇലക്ട്രോൺ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ മുഖ്യ ഷെല്ലുകളിലെ ഈ ഓരോ മുഖ്യ ഷെല്ലിൻ്റെ ഉള്ളിലും ഉപ ഊർജ നിലകളുണ്ട്. ആ ഉപ ഊർജ നിലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ശാസ്ത്രജ്ഞന്മാർ ഓരോരോ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയപ്പോഴാണ് മനസ്സിലായത് ഓരോ മുഖ്യ ഊർജ നിലയുടെ ഉള്ളിലും എന്തുണ്ട്? ഉപ ഊർജ നിലകളുണ്ട്. ആ ഉപ ഊർജ നിലകളെ നമ്മൾ എന്താ വിളിക്കുന്നത്? SPDF. ഇതാണ് ഉപ ഊർജ നിലകൾ അഥവാ സബ് ഷെല്ലുകൾ എന്നറിയപ്പെടുന്നത്. ഈ ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഇത് കുട്ടികൾ പഠിക്കേണ്ടതാണ്. മിക്കവാറും പല പരീക്ഷകളിലായിട്ട് ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യനിൽ തന്നെ എഫ് സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അത് നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് സബ്ഷെല്ലുകൾ SPDF. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും നമ്മൾ പറഞ്ഞു. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഒരു സബ്ഷെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കറിയാം 1s2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ മുഖ്യ ഷെല്ലിലെ എസ് സബ്ഷെല്ലിലെ 2 ഇലക്ട്രോണുകൾ. ഇത് ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് എത്രാമത്തെ മുഖ്യ ഷെല്ല് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എസ് എന്ന് പറയുന്നത് സബ്ഷെല്ലിനെയും സൂചിപ്പിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം ഓരോ മുഖ്യ ഷെല്ലിൻ്റെ ഉള്ളിലും അതിൻ്റെ ക്രമ നമ്പറിനനുസരിച്ച് അത്രയും തന്നെ സബ്ഷെല്ലുകളാണ് ഉണ്ടായിരിക്കുക. അഥവാ ഒന്നാമത്തെ മുഖ്യ ഷെല്ലിൽ ഒരേ ഒരു സബ്ഷെൽ മാത്രം 1s, രണ്ടാമത്തെ മുഖ്യ ഷെല്ലിൽ 2 സബ്ഷെല്ലുകൾ 2s ആൻഡ് 2p, മൂന്നാമത്തെ മുഖ്യ ഷെല്ലിൽ 3 സബ്ഷെല്ലുകൾ 3s, 3p, 3d, നാലാമത്തെ മുഖ്യ ഷെല്ലിൽ 4 സബ്ഷെല്ലുകൾ 4s, 4p, 4d, 4f എന്നിങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ മുഖ്യ ഷെല്ലിൻ്റെ ഉള്ളിലും അവയുടെ ക്രമ നമ്പറിനനുസരിച്ച് അത്രയും തന്നെ സബ്ഷെല്ലുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഈ സബ്ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്കറിയാം അതിൻ്റെ സീരിയൽ നമ്പർ ക്രമപ്രകാരം പറയുകയാണെങ്കിൽ 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. എന്നാൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് അതിൻ്റെ സീരിയൽ നമ്പർ ക്രമപ്രകാരമല്ല, അതിൻ്റെ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും ഊർജം കുറവ് 1s ആണ്, ദെൻ 2s, ദെൻ 2p, 3s, 3p, 3p കഴിഞ്ഞാൽ സീരിയൽ നമ്പർ ക്രമപ്രകാരം വരേണ്ടത് എന്താണ്? 3d ആണ് വരേണ്ടത്. പക്ഷേ ഇലക്ട്രോൺ പൂരണം എങ്ങനെയാണ് നടക്കുന്നത്? 3p കഴിഞ്ഞാൽ 4sലേക്കാണ് പോകുന്നത്. 4sൽ ഇലക്ട്രോൺ പൂരണം നടന്നതിന് ശേഷം എവിടേക്ക് ഇലക്ട്രോൺ വരുന്നുള്ളൂ? 3dയിലേക്ക് വരുന്നുള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ബിക്കോസ് 4sനേക്കാളും ഊർജ്ജം കൂടുതലാണ് ആർക്ക്? 3dക്ക്. സോ 3pയിൽ ഇലക്ട്രോൺ പൂരണം കഴിഞ്ഞതിന് ശേഷം അവിടെ 4sലേക്ക് ഇലക്ട്രോൺ പോകുന്നു. ദെൻ എവിടേക്ക് പോകുന്നു? 3dയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എവിടേക്ക് ഇലക്ട്രോൺ വരുന്നത്? 4pയിലേക്ക് ഇലക്ട്രോൺ വരുന്നത്. ശ്രദ്ധിക്കണം,
1s 2s 2p 3s 3p 3pയിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് കഴിഞ്ഞാൽ 4sലേക്ക് പോകുന്നു, 4sൽ ഇലക്ട്രോൺ ഫില്ലിംഗ് കഴിഞ്ഞാൽ 3dയിലേക്ക് പോകുന്നു, അതും കഴിഞ്ഞതിന് ശേഷമാണ് 4p വരുന്നത്. നമുക്ക് മാക്സിമം ഒരു 3d വരെ ഉള്ളതേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കിയുള്ളതൊന്നും ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇതിനെ ബേസ് ചെയ്തിട്ട് 1 മുതൽ 30 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും എഴുതാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സോഡിയം 11 എന്താ കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s1 1s2 2s2 2p6 3s1. നെക്സ്റ്റ് വൺ നമുക്ക് പൊട്ടാസ്യം 19 എന്താണ് കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p6 എത്രയായി? 18 ഇലക്ട്രോണുകളായി. 2 2 4 6 10 12 18. ഒരു ഇലക്ട്രോണോടെ ബാക്കിയുണ്ട്. 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ എവിടേക്കാണ് പോവുക? 3dയിലേക്കാണോ? അല്ല, 4sൽ ഇലക്ട്രോൺ പൂരണം നടന്നതിന് ശേഷം എവിടേക്ക് പോകുള്ളൂ? 3dയിലേക്ക് പോകുള്ളൂ. സോ 4s1. ക്ലിയർ? ഇനി അതേപോലെ തന്നെ നമുക്ക് Fe26 26 ആറ്റോമിക് നമ്പറുള്ള അയണിൻ്റെ കോൺഫിഗറേഷൻ നോക്കാം. 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞാൽ നമുക്കറിയാം 4sലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. 4sൽ ഇലക്ട്രോൺ പൂരണം കഴിഞ്ഞതിന് ശേഷമാണ് എവിടേക്ക് വരുന്നത്? 3dയിലേക്ക് വരുന്നത്. 3d6 4s2. പക്ഷേ നമുക്കറിയാം ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് 3p കഴിഞ്ഞാൽ 4s ആണ്. 4s കഴിഞ്ഞിട്ടാണ് എവിടെ വരുന്നത്? 3d. പക്ഷേ എഴുതുന്ന സമയത്ത് ഇങ്ങനെ സീരിയൽ നമ്പർ ക്രമപ്രകാരം തന്നെ എഴുതുന്നതാണ് അതിൻ്റെ ഒരു രീതി. അതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പം ഇതാണ് പിന്നെ മൂലകങ്ങളുടെ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്ന രീതി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്നും എങ്ങനെ അതിൻ്റെ ബ്ലോക്ക് കണ്ടെത്താം. നമുക്കറിയാം ബ്ലോക്ക് കണ്ടെത്താൻ. ഇവിടെ നോക്കൂ, സോഡിയത്തിൻ്റെ ബ്ലോക്ക് S ബ്ലോക്കാണ്. അതേപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ ബ്ലോക്ക് S ബ്ലോക്കാണ്. Feയുടെ ബ്ലോക്ക് D ബ്ലോക്കാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. അലുമിനിയം 13 എന്താ കോൺഫിഗറേഷൻ വരുന്നത്? 1s2 2s2 2p6 3s2 3p1. അതിൻ്റെ ബ്ലോക്ക് P ബ്ലോക്കാണ്. അഥവാ മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്നും ബ്ലോക്ക് കണ്ടെത്താൻ പീരിയോഡിക് ടേബിളിൽ ആകെ 4 ബ്ലോക്കുകളാണുള്ളത്. S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്. അതിൽ നമുക്കറിയാം ആദ്യത്തെ 1-2 ഗ്രൂപ്പുകളിലാണ് S ബ്ലോക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലാണ് P ബ്ലോക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് D ബ്ലോക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. താഴെ 2 പ്രത്യേക നിരകളിലായിട്ടാണ് ആരെ ക്രമീകരിച്ചിരിക്കുന്നത്? F ബ്ലോക്കിനെ ക്രമീകരിച്ചിരിക്കുന്നത്. സോ ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്നും ബ്ലോക്ക് കണ്ടെത്താൻ ആ മൂലകത്തിൻ്റെ അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ വന്ന് ചേർന്നത്, S സബ്ഷെല്ലിലാണെങ്കിൽ S ബ്ലോക്ക്, P സബ്ഷെല്ലിലാണെങ്കിൽ P ബ്ലോക്ക്, D സബ്ഷെല്ലിലാണെങ്കിൽ D ബ്ലോക്ക് ആയിരിക്കും. ക്ലിയർ? അതിൽ D ബ്ലോക്കിൻ്റെ കേസിൽ ശ്രദ്ധിക്കണം, ഇവിടെ ലാസ്റ്റ് ഉള്ളതെന്ന് നിങ്ങോട്ട് നോക്കി എഴുതരുത്. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ വന്ന് ചേർന്നത് നോക്കണം. D ബ്ലോക്കിൽ നമുക്കറിയാം ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് എവിടെയാണ്? 3dയിലാണ് വരുന്നത്. ക്ലിയർ? സോ ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്നും ബ്ലോക്ക് കണ്ടെത്താൻ ആ മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കി അതിലെ ലാസ്റ്റ് ഇലക്ട്രോൺ, അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പീരീഡും അതേപോലെ തന്നെ ഗ്രൂപ്പ് നമ്പറും കണ്ടെത്താം. നെക്സ്റ്റ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് എങ്ങനെ നമുക്ക് പീരീഡും ഗ്രൂപ്പ് നമ്പറും കണ്ടെത്താം. ഇതുവരെ നമ്മളായിട്ട് പിന്നെ ഇതിൽ ഫോക്കസ് ഏരിയയിൽ നമ്മൾ ഷെല്ലുകളും സബ്ഷെല്ലുകളും എന്താണെന്നുള്ളത് പറഞ്ഞു. അതേപോലെ സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം പറഞ്ഞു, സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം പറഞ്ഞു. അതിൻ്റെ പോലെ തന്നെ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ പ്രത്യേകത നമുക്ക് പറയാനുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ബ്ലോക്ക് പറഞ്ഞു. നെക്സ്റ്റ് ഗ്രൂപ്പും പീരീഡും എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് കാര്യം നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ആകെ 7 പീരീഡുകളാണുള്ളത്. 7 പീരീഡ്സും അതേപോലെ തന്നെ 18 ഗ്രൂപ്പ്സുമാണ്. അതിൽ പീരീഡ് നമ്പർ കണ്ടെത്താൻ നമ്പർ ഓഫ് മെയിൻ ഷെൽ, മുഖ്യ ഷെല്ലിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ. ഏറ്റവും കൂടിയ ഷെൽ നമ്പർ സോഡിയത്തിൻ്റെ പീരീഡ് നമ്പർ എത്രയായിരിക്കും? 3 ആയിരിക്കും പീരീഡ് നമ്പർ. പീരീഡ് നമ്പർ 3 ആയിരിക്കും. ബിക്കോസ് ഏറ്റവും കൂടിയ ഷെൽ നമ്പർ എത്രയാണ്? 3. അല്ലെങ്കിൽ മുഖ്യ ഷെല്ലിൻ്റെ എണ്ണം അത് നിങ്ങൾ എങ്ങനെ എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുഖ്യ ഷെല്ലിനെ ഇവിടെ ഇങ്ങനെ കോഎഫിഷ്യൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഇവിടെ ഏറ്റവും കാണുന്ന വലിയ നമ്പർ 3,
അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ഗ്രൂപ്പ് പീരീഡ് നമ്പർ എത്രയായിരിക്കും? 4. 4s1 അല്ലേ? നമ്പർ ഓഫ് മെയിൻ ഷെല്ല് മുഖ്യ ഷെല്ലിൻ്റെ എണ്ണം എത്രയാണ്? 4. ഇനി അയൺ ഇരുമ്പ് അതിൻ്റെ മുഖ്യ ഷെല്ലിൻ്റെ എണ്ണം എത്രയാണ്? 4. പീരീഡ് നമ്പർ 4. അലുമിനിയം പീരീഡ് നമ്പർ 3. അഥവാ പീരീഡ് നമ്പർ കണ്ടെത്താൻ മുഖ്യ ഷെല്ലിൻ്റെ എണ്ണം എസ് ബ്ലോക്ക് ആയിക്കോട്ടെ, പി ബ്ലോക്ക് ആയിക്കോട്ടെ, ഡി ബ്ലോക്ക് ആയിക്കോട്ടെ, അതിൻ്റെ പീരീഡ് നമ്പർ കണ്ടെത്താൻ മുഖ്യ ഷെല്ലിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ, അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള സംഗതി തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്ന കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നതിൽ ഓരോ ബ്ലോക്കിനും ഓരോ പ്രത്യേകത തന്നെയുണ്ട്. നോക്കൂ, എസ് ബ്ലോക്ക് നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ ആദ്യത്തെ 1, 2 ഗ്രൂപ്പുകളിലാണ് എസ് ബ്ലോക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ അതൊരു ടേബിളായിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് വീഡിയോ ക്ലാസ്സുകളിൽ. എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ബാഹ്യതമ എസ് ഉപശല്യയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അഥവാ എത്രയാണ് വരിക? 1 അതല്ലെങ്കിൽ 2. എസ്സിൽ നമുക്കറിയാം പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 2 ആണ്. 1 അല്ലെങ്കിൽ 2 അവിടെ വരുള്ളൂ. സോ ആദ്യത്തെ 1, 2 ഗ്രൂപ്പിൽ ആരും ഉള്ളൂ? എസ് ബ്ലോക്ക് ഉള്ളൂ. സോ സോഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 1. ശ്രദ്ധിക്കണം, ഏതെങ്കിലും എസ്സിലെ ഇലക്ട്രോണുകളുടെ എണ്ണമല്ല, ബാഹ്യതമ എസ് ഉപശല്യയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യം എന്തായിരിക്കും? വീണ്ടും 1 തന്നെയാണ്. സോ ഗ്രൂപ്പ് നമ്പർ പറയുകയാണെങ്കിൽ 1 ആണ്. പൊട്ടാസ്യം തന്നെയാണ്, 1 തന്നെയാണ്. നെക്സ്റ്റ് അയൺ നോക്കൂ, അയൺ ഡി ബ്ലോക്ക് ആണ്. ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ, ഡി ബ്ലോക്ക് നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലായിട്ടാണ് ആരെ ക്രമീകരിച്ചിരിക്കുന്നത്? ഡി ബ്ലോക്കിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ബാഹ്യതമ എസ് ഡി ഉപശല്യയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തമ്മിൽ കൂട്ടുക. അഥവാ 6ഉം 2ഉം കൂട്ടിയാൽ എത്രയാണ്? 8 ആയിരിക്കും ഇരുമ്പിൻ്റെ ഗ്രൂപ്പ് നമ്പർ. സി ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ബാഹ്യതമ എസ് ഡി ഉപശല്യയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. നെക്സ്റ്റ് അലുമിനിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ നോക്കൂ. നമുക്കറിയാം പീരിയോഡിക് ടേബിൾ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് ആരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പി ബ്ലോക്കിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 13ാമത്തെ ഗ്രൂപ്പ് തൊട്ട് തുടങ്ങുന്നത് കൊണ്ട് അതിൻ്റെ ബാഹ്യതമ പി ഉപശല്യയിലെ ഇലക്ട്രോൺ എണ്ണത്തിനോട് കൂടെ എത്ര കൂട്ടിക്കൊടുക്കണം? 12 കൂട്ടിക്കൊടുക്കണം. സോ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് വരിക? 13 ആണ് അലുമിനിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ എസ് ബ്ലോക്കിൻ്റെതാണെങ്കിൽ ബാഹ്യതമ എസ് ഉപശല്യയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, പി ബ്ലോക്കിൻ്റെതാണെങ്കിൽ ബാഹ്യതമ പി ഉപശല്യ ഇലക്ട്രോൺ എണ്ണത്തിനോട് കൂടെ 12 ആഡ് ചെയ്യുക. പിന്നെ ഡി ബ്ലോക്കിൻ്റെതാണെങ്കിൽ ബാഹ്യതമ എസ് ഡി ഉപശല്യയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തമ്മിൽ ആഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ നോക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ക്രോമിയം നമുക്കറിയാം ആറ്റോമിക് നമ്പർ 24 ആണ്. എന്താണ് കോൺഫിഗറേഷൻ? 1s2, 2s2, 2p6, 3s2, 3p6, 3d അതേപോലെ തന്നെ 4s. യഥാർത്ഥത്തിൽ ഇത് വരേണ്ടത് 4s2 3d4 ആണ്. 24 അല്ലേ ആറ്റോമിക് നമ്പർ? പക്ഷേ എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത്? 3d5 4s1. 4s പൂർത്തിയാവാതെ തന്നെ 4sൽ ഒരു ഇലക്ട്രോൺ എവിടേക്ക് വരുന്നുണ്ട്? 3dയിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കോപ്പറും. 29 ആണ് അറ്റോമിക് നമ്പർ. കോൺഫിഗറേഷൻ എന്താണ്? 1s2, 2s2, 2p6, 3s2, 3p6, 3d, 4s2 3d9 ആയിരുന്നു വരേണ്ടിയിരുന്നത് നമ്മൾ പഠിച്ച പ്രകാരം. പക്ഷേ ആക്ച്വലി എന്താ അതിൻ്റെ കോൺഫിഗറേഷൻ? 4s1 3d10. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മുമ്പ് പല പരീക്ഷകളും ചോദിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഇവരുടെ ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെ എന്നുള്ളത്. ഇതിൻ്റെ റീസൺ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ക്രോമിയം 3d5 4s1 കോപ്പർ 3d10 4s1 ആണ്. നമുക്കറിയാം ഡി ഉപശല്യയിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോൺ എണ്ണം എത്രയാണ്? 10 ആണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 5 ആണ്. സോ പകുതി നിറഞ്ഞതോ അല്ലെങ്കിൽ പൂർണ്ണമായി നിറഞ്ഞോ ആയ ഡി ഉപശല്യം എന്താണ്? ഭാഗികമായി നിറഞ്ഞ ഡി ഉപശല്യനേക്കാൾ അഥവാ D1, D2, D3, D4, D6, D7, D8, D9 അതിനേക്കാളും കൂടുതൽ സ്ഥിരതയുള്ളവയാണ്. നമുക്കറിയാം മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ D10ഉം D5ഉം കൂടുതൽ സ്ഥിരതയുള്ള സബ്ഷെല്ലുകളായതുകൊണ്ട് ക്രോമിയം കോപ്പറും അവരുടെ ഇലക്ട്രോൺ വിന്യാസത്തിൽ ചെറിയ ഒരു പുനഃക്രമീകരണം നടത്തി 3d5 4s1ഉം 3d10 4s1 എന്നീ ഇലക്ട്രോൺ വിന്യാസങ്ങളാണ് ക്രോമിയം കോപ്പറും യഥാക്രമം സ്വീകരിക്കുന്നത്. പൂർണ്ണമായി നിറഞ്ഞതോ പകുതി നിറഞ്ഞതോ ആയ ഡി ഉപശൽ മറ്റുള്ളവയേക്കാൾ കൂടുതൽ സ്ഥിരതയുള്ള
പോലെയുള്ളവയാണ്. കൂടുതൽ സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രോമിയം കോപ്പറും ഇത്തരത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം സ്വീകരിക്കുന്നത്. കൂടുതൽ സ്ഥിരത, നോട്ട് ചെയ്യണം ആ വാക്ക്, അതാണ് നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ എഴുതേണ്ട പോയിന്റ്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട്, അത് മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയും വേണം. അപ്പം നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പിന്നെ നമ്മൾ ഈ ടോപ്പിക്കും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും കാര്യം പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ, അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, അതേപോലെ തന്നെ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ, അതുമാണ് നമുക്ക് നോക്കാനുള്ളത്. പി ബ്ലോക്കിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ബാഹ്യതമ പി ഉപശലിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനോട് കൂടെ എന്ത് ആഡ് ചെയ്യണം? 12 ആഡ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ഡി ബ്ലോക്കിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അത് പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് മാംഗനീസിൻ്റെ കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. മാംഗനീസ് 25 എന്താ കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p6 3d5 4s2 25 ആണ് കോൺഫിഗറേഷൻ. ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ഓൾറെഡി നമ്മൾ പഠിച്ചു. ബാഹ്യതമ എസ് ഡി ഉപശലി ഇലക്ട്രോണുകളുടെ തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, അഥവാ 5 + 2 7. ക്ലിയർ? അതാണ് മാംഗനീസിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഡി ബ്ലോക്കിന് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ ഈ ഡി ബ്ലോക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു എന്നുള്ളത്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു എന്നുള്ളത്, അതിന് പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്കൊന്ന് നോക്കാം. അതിൽ ഓക്സീകരണാവസ്ഥ കണ്ടെത്തുന്നത് എങ്ങനെയെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ പറയാം. നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. Mn2O3 അതേപോലെ തന്നെ MnCl2. ഇതിൽ രണ്ടിലെയും ഓക്സീകരണാവസ്ഥ നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. Mn2O3 ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ നമുക്കറിയാം -2 ആണ്. -2 ആണ്. ഇവിടെ 3 ഓക്സിജൻ ആറ്റുണ്ട്. സോ ഒരു ഓക്സിജൻ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ വേണം സ്ഥിരത കൈവരിക്കാൻ. അതിന് 3 ഓക്സിജൻ ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ വേണം? 6 ഇലക്ട്രോൺ വേണം. അത് കൊടുക്കാൻ 2 മാംഗനീസ് ഇവിടെ ഉണ്ട്. സോ ഒരു മാംഗനീസ് എത്ര ഇലക്ട്രോൺ വിട്ടു കൊടുക്കണം? 3 എണ്ണത്തിന് വിട്ടു കൊടുക്കണം. എന്താണ് ഇവിടുത്തെ Mnൻ്റെ ഓക്സീകരണാവസ്ഥ? Mn3+ അല്ലെങ്കിൽ +3. ഇനി MnCl2 നോക്കൂ. ക്ലോറിന് നമുക്കറിയാം ആറ്റോമിക് നമ്പർ 17 ആണ്. അതിൻ്റെ കോൺഫിഗറേഷൻ പ്രകാരം ക്ലോറിന് സ്ഥിരത കൈവരിക്കാൻ 1 ഇലക്ട്രോൺ ആണ് വേണ്ടത്. 2 ക്ലോറിനാറ്റ് ഉണ്ട്. സോ ടോട്ടൽ 2 ഇലക്ട്രോൺ കൊടുക്കണം. ആ കൊടുക്കാൻ 1 മാംഗനീസേ ഉള്ളൂ. സോ അത് 2 ഇലക്ട്രോൺ കൊടുക്കും. Mn+2. Mn2+. ഇവിടെ കണ്ടോ, മാംഗനീസ് ഇവിടെ +2 ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നുണ്ട്, +3 ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നുണ്ട്. അഥവാ ഈ മാംഗനീസ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു ഉദാഹരണം കൂടെ നോക്കാം. Mn2O7. Mn2O7 നോക്കൂ, 7 ഓക്സിജൻ ആറ്റം ഉണ്ട്. നമുക്കറിയാം ഒരു ഓക്സിജൻ എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ വേണം. ഇത് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ക്വിക്ക് റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. Mn2O7 7 ഓക്സിജൻ ആറ്റം ഉണ്ട്. ടോട്ടൽ 14 ഇലക്ട്രോൺസിന് വേണം. 14 ഇലക്ട്രോൺസ് കൊടുക്കാൻ 2 മാംഗനീസ് കൂടെ ഉണ്ട്. സോ ഒരു മാംഗനീസ് എത്ര കൊടുത്താൽ മതി? +7. 7 ഇലക്ട്രോൺ വിട്ടു കൊടുക്കണം. 1 ഇലക്ട്രോൺ കൊടുത്താൽ കയ്യിലുള്ള ഒരു നെഗറ്റീവ് ചാർജ് പോവാണ്. എങ്ങനെയാണ് ചാർജ് വരുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, സോ Mn+7. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ തന്നെ നമ്മൾ കണ്ടു 3+ കാണിക്കുന്നു, 2+ കാണിക്കുന്നു, 7+ കാണിക്കുന്നു. അങ്ങനെ പല ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നു. ഇങ്ങനെയുള്ള ഓക്സീകരണാവസ്ഥ കാണിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കാരണം പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നിരുന്നാലും നമുക്കറിയാം 4sനേക്കാളും ഊർജ്ജം കൂടുതലാണ് ആർക്ക്? 3Dക്ക്. പക്ഷേ ഈ 4sഉം 3Dയും തമ്മിലുള്ള ഊർജ്ജ വ്യത്യാസം എന്താണ്? വളരെ കുറവാണ്. അതുകൊണ്ട് അനുകൂല സാഹചര്യങ്ങൾ 4sലെയും അതേപോലെ തന്നെ 3Dയിലെയും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാനുള്ള കാരണം. നോക്കൂ, മാംഗനീസ് 3+ കാണിക്കുന്നു, 2+ കാണിക്കുന്നു, 7+ കാണിക്കുന്നു. ഇതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാനും നിങ്ങൾ പഠിക്കണം. മാംഗനീസ് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 3+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നത് ബാഹ്യതമ ഷെല്ലിൽ നിന്നായിരിക്കും, അഥവാ 4s നിന്ന്. അത് കഴിഞ്ഞിട്ടേ തൊട്ടുള്ളിലുള്ള ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണെ നഷ്ടപ്പെടുള്ളൂ. സോ എന്താ കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p6 3d4. 4sലെ 2 ഇലക്ട്രോണും പോവും, 3Dയിലെ 1 ഇലക്ട്രോണും പോവും. Mn2+ എന്തായിരിക്കും കോൺഫിഗറേഷൻ വരിക? 1s2
2s2 2p6 3s2 3p6 3d5 4sൽ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും നഷ്ടപ്പെടും. ഇനി Mn 7+ ആവുന്ന സമയത്ത് എന്താ വരിക 1s2 2s2 2p6 3s2 3p6 3d5ൽ 5 ഇലക്ട്രോണും പോവും 4sൽ 2 ഇലക്ട്രോണും പോവും. അഥവാ ടോട്ടൽ 7 ഇലക്ട്രോൺസിന് നഷ്ടപ്പെടും. സോ 1s2 2s2 2p6 3s2 3p6 അത്രേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? ഇതാണ് ഡി ബ്ലോക്കിൻ്റെ വൺ അമംഗ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഡി ബ്ലോക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അതിന് നമ്മൾ ഒരുപാട് ഉദാഹരണം പഠിച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റിൻ്റെ നിറം എന്താണ്? നീല നിറമാണ്. അങ്ങനെ ഉദാഹരണങ്ങളും പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഡി ബ്ലോക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അതേപോലെ തന്നെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ പിന്നെ ഗ്രൂപ്പിൽ മാത്രമല്ല പിരീഡിലും എന്ത് ചെയ്യുന്നുണ്ട്? രാസഗുണങ്ങളിൽ സാദൃശ്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ടോപ്പിക്സ്. അതിൽ നമ്മൾ പി ബ്ലോക്കിനെ പറ്റി പറഞ്ഞു, അതേപോലെ തന്നെ ഡി ബ്ലോക്ക് മൂലകങ്ങളെയും അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ടോപ്പിക്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്തു നോക്കാം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2017 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ചുവടെ നൽകിയിരിക്കുന്ന സബ് ഷെല്ലുകളിൽ സാധ്യതയില്ലാത്തത് ഏവ? 2017 മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. ചുവടെ നൽകിയിരിക്കുന്ന സബ് ഷെല്ലുകളിൽ സാധ്യതയില്ലാത്തത് ഏതൊക്കെ? 2p എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? നോ ഇഷ്യൂസ്. നിങ്ങൾ സ്വയം തന്നെ ചെയ്ത് നോക്കണം, ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പായിട്ട്. എന്നിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. സോ 6s ഓക്കെയാണ്, 6സും അവൈലബിൾ ആണ്. 3f ഇസ് ഇറ്റ് പോസിബിൾ? നോ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓരോ മുഖ്യ ഷെല്ലിലും അതിൻ്റെ സീരിയൽ നമ്പറിനനുസരിച്ച് ക്രമ നമ്പറിനനുസരിച്ച് അത്രയും തന്നെ സബ് ഷെല്ലുകളുള്ളത്. 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. പക്ഷേ 3f ഉണ്ടോ? ഇല്ല. 3f ഈസ് നോട്ട് പോസിബിൾ. ദെൻ 5d പോസിബിൾ ആണ്, 4s പോസിബിൾ ആണ്, 1p ഒന്നാമത്തെ മുഖ്യ ഷെല്ലിൽ ഏതൊരു സബ് ഷെല്ലിൽ മാത്രമേ ഉള്ളൂ? 1s മാത്രമേ ഉള്ളൂ. സോ 1p ഈസ് നോട്ട് പോസിബിൾ. ക്ലിയർ അല്ലേ? ഒരു മാർക്കിന് 2017 മോഡൽ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് എന്ന മൂലകത്തിൻ്റെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം 3s2 3p1 ആണ്. 3s2 3p1 ആണ്. ഈ മൂലകവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 2017 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണിത്. ഈ മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കണം, നമുക്ക് ഇലക്ട്രോൺ വിന്യാസം ഫുള്ള് തന്നിട്ടില്ല, അതിൻ്റെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമാണ് തന്നത്. ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. സോ 1s2 2s2 2p6 ഇനി അവിടെ ഉള്ളത് 3s2 3p1. ഇതാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻസിനായിട്ട് ഇങ്ങനെയും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. പക്ഷേ അവിടെ ചോദിച്ചത് ഇതിൻ്റെ ആറ്റോമിക് നമ്പർ എത്ര എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ആറ്റോമിക് നമ്പർ? ആറ്റോമിക് നമ്പർ കിട്ടാൻ ആറ്റോമിക് നമ്പർ എന്താണ്? ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്. സോ എത്രയാണ് ആറ്റോമിക് നമ്പർ വരുന്നത്? 10ഉം 13. ഇനി എക്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ, പീരീഡ് നമ്പർ എന്നിവ എഴുതുക. ഇത് നമുക്കറിയാം, ഇതിൻ്റെ പീരീഡ് നമ്പർ എത്രയാണ് വരുന്നത്? 3 ആണ്. മുഖ്യ ഷെല്ലിൻ്റെ എണ്ണം പി എന്താണ്? പീരീഡ് എന്താണ്? 3. ഇനി ഗ്രൂപ്പ് എന്താണ് ചോദിച്ചത്? ഗ്രൂപ്പ് നമ്പർ പി ബ്ലോക്ക് ആണ്. ബി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ബാഹ്യതമ പി ഉപശെല്ലിൻ്റെ എണ്ണത്തിനോട് കൂടെ എത്ര കൂട്ടണം? 12 കൂട്ടണം. സോ എത്രയാണ് വരിക? ഗ്രൂപ്പ് നമ്പർ 13 ആണ് ഗ്രൂപ്പ് നമ്പർ. ക്ലിയർ? ഓക്കെ. ദെൻ ചോദിച്ചത് ഈ മൂലകത്തിൻ്റെ ഓക്സൈഡിൻ്റെ രാസസൂത്രം എഴുതുക. ഇത് ഓക്സിജനുമായി ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതാനാണ് ചോദിച്ചത്. 4 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് 2 മാർക്കാണ്. എന്താ അവിടെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മൂലകം, ഈ എക്സ് എന്ന് പറഞ്ഞ മൂലകം, അതിൻ്റെ സിമ്പൽ പ്രതീകം എന്തല്ല, യഥാർത്ഥ സിമ്പലല്ല തന്നത്. പക്ഷേ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാരാണ് ഈ 13 ആറ്റോമിക് നമ്പറുള്ള ആൾ? അലുമിനിയാണ്. അത് ഞാൻ എന്തിനാണ് അത് സൂചിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആളാരാന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് രാസസൂത്രം എഴുതാൻ രണ്ടിൻ്റെയും സംയോജകത ആദ്യം കണ്ടെത്തണം. എന്നിട്ട് അത് പരസ്പരം എന്ത് ചെയ്യണം? ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതണം. അഥവാ ഇവിടെ എക്സിൻ്റെ സംയോജകത നമുക്കറിയാം. സി ക്വസ്റ്റ്യന് ഞാനിതാ ഇവിടെയാണ് സോൾവ് ചെയ്യുന്നത്. എക്സിൻ്റെ സംയോജകത നമുക്കറിയാം. എത്രയാണ് എക്സിൻ്റെ സംയോജകത വരിക?
ഇവിടെ നോക്കൂ, ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോണുകളുണ്ട്. സോ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ 3 ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനാണോ അല്ലെങ്കിൽ 5 ഇലക്ട്രോണെ സ്വീകരിക്കാനാണോ ശ്രമിക്കുക? ഈ 3 ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ. സോ എക്സിൻ്റെ ഓക്സിജനാവസ്ഥ എന്താണ്? 3 ആണ്. ഓക്സിജൻ്റെ ഓക്സിജനാവസ്ഥ ഓൾറെഡി നമുക്കറിയാം 2 ആണ് അതിൻ്റെ സംയോജകത. 1s2 2s2 2p4. ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. ഓക്സിജൻ 2 ഇലക്ട്രോണെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുക. സോ കൊടുക്കുന്ന ആളെ ആദ്യം എഴുതുക, വാങ്ങുന്ന ആളെ രണ്ടാമത് എഴുതുക. എന്നിട്ട് അവരുടെ വാലൻസി പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക. അഥവാ X2O3 Al2O3 അലൂമിനിയം ട്രയോക്സൈഡ് ആണ് സംഭവം. X2O3. അപ്പോൾ എന്താണ് ഈ മൂലകത്തിൻ്റെ ഓക്സൈഡിൻ്റെ രാസസൂത്രം? X2O3. അതായത് ഓരോന്നിൻ്റെയും സംയോജകത വാലൻസി നമ്മൾ കണ്ടെത്തി. വാലൻസി കണ്ടെത്താൻ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയിട്ട് എത്ര ഇലക്ട്രോണെയാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് നോക്കിയിട്ട് വാലൻസി കണ്ടെത്തി. വാലൻസികൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. അതിൽ ഇലക്ട്രോൺ കൊടുക്കുന്ന ആളെ ആദ്യം എഴുതുക, വാങ്ങുന്ന ആളെ രണ്ടാമത് എഴുതുക. ക്ലിയർ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ മുമ്പ് ആക്ടിവിറ്റീസിൽ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2017 SSLC പരീക്ഷയിൽ, നേരത്തെ മോഡൽ എക്സാമിനേഷൻ്റെ ആയിരുന്നു, SLC പരീക്ഷയിൽ ചോദിച്ചുള്ള ചോദ്യം നോക്കാം. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകൾ അതിൻ്റെ സബ്ഷെല്ലുകളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ഷെൽ അഥവാ M ഷെല്ലിൻ്റെ സബ്ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. M ഷെല്ലിലെ സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്? 3s 3p 3d. 3f ഉണ്ടോ? ഇല്ല. 3f ഈസ് നോട്ട് പോസിബിൾ. മൂന്നാമത്തെ മുഖ്യ ഷെല്ലിൽ നമുക്കറിയാം ഓരോ മുഖ്യ ഷെല്ലിലും അവയുടെ ക്രമ നമ്പറിനനുസരിച്ച് അത്രയും തന്നെ സബ്ഷെല്ലുകളാണ്. സോ 3s 3p 3d. ദെൻ ചോദിച്ചുള്ളത് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ്. പിന്നെ 3 മാർക്കിൻ്റെ ചോദ്യമാണ് പട്ടിക പൂർത്തിയാക്കാൻ. നോക്കൂ, എക്സിൻ്റെത് നോക്കൂ, 5 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 1s2 2s2 2p1. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ 2 ആണ്. സോ പീരീഡ് നമ്പർ 2. നെക്സ്റ്റ് നോക്കൂ, y ആണ്, 11 ആണ്. 1s2 2s2 2p6 3s1. ഷെൽ നമ്പർ എത്രയാണ്? 3 ആണ്. സോ പീരീഡ് നമ്പർ എത്രയാണ്? 3. ഏറ്റവും കൂടിയ ഷെൽ നമ്പർ തന്നെയല്ലേ ഈ പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ z 19 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താ കോൺഫിഗറേഷൻ വരിക? 1s2 2s2 2p6 3s2 3p6 4s1. ഏറ്റവും കൂടിയ ഷെൽ നമ്പർ എത്രയാണ്? 4 ആണ്. സോ പീരീഡ് നമ്പർ എത്രയാണ്? 4. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് 2017 ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2017 തന്നെ മറ്റൊരു ചോദ്യം. ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ആർഗൺ 3d5 എന്ന് തന്നിരിക്കുന്നു. ആർഗൺ നമുക്കറിയാം പിന്നെ ഒരു ഉത്കൃഷ്ടവാതകമായതുകൊണ്ട് അതിനെ സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് ബാക്കി നമുക്ക് ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതാവുന്നതാണ്. ഈ മൂലകത്തിൻ്റെ എത്ര ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ ഉള്ളത്? 4s ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതിക്കൂടെ? എത്ര ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ ഉള്ളത്? 4 ഷെല്ലുകളിൽ. എത്ര സബ്ഷെല്ലല്ല ചോദിച്ചത്, എത്ര ഷെല്ലുകളിലാണെന്നാണ് ചോദിച്ചത്. 4ാമത്തെ മുഖ്യ ഷെല്ലിൽ വരെ എന്തുണ്ട്? ഇലക്ട്രോണുകളുണ്ട്. ദെൻ ഏത് സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത്? ഏത് സബ്ഷെല്ലിലാണ്? 4sലാണോ? അല്ല. 4sൽ ഇലക്ട്രോൺ പൂരണം നടന്നതിന് ശേഷം എവിടെ ഇലക്ട്രോൺ പൂരണം നടക്കുള്ളൂ? 3dയിൽ ഇലക്ട്രോൺ പൂരണം നടക്കുള്ളൂ. സോ ഏത് സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത്? D സബ്ഷെൽ. ദെൻ ഈ മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ ആർഗൺ നമുക്കറിയാം 18 ആണ്. 18ഉം 5ഉം എത്ര? 23. 23 1 24. ഇത് ആരാന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ക്രോമിയാണ്. ക്രോമിയത്തിൻ്റെത് സ്പെഷ്യൽ കേസാണ്. അതുകൊണ്ടാണ് 3d5 എന്ന് വന്നത്. നെക്സ്റ്റ് ചോദിച്ചത് ഈ മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്ര? D ബ്ലോക്ക് മൂലകമാണ്. ബാഹ്യതമ SD ഉപശല്യയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തമ്മിൽ ആഡ് ചെയ്യുക. 5 + 1 = 6. 5 + 1 = 6. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് 2017 തന്നെ ചോദിച്ചിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2018 മോഡൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കൂ, ഏതാനും മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നിരിക്കുന്നു. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളേവ? ഇതിൽ 4 എണ്ണം തന്നിട്ടുണ്ട്. ABCD തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഗ്രൂപ്പ് നമ്പർ നമ്മൾ കണ്ടെത്തണം. A 3s2 3p5 P ബ്ലോക്ക് ആണ്. സോ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് വരിക? P ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ഇതിനോട് കൂടെ 12 കൂട്ടണം. അത് എത്രയാണ് ഗ്രൂപ്പ് നമ്പർ? 17. ഇത് എത്രയാണ് ഗ്രൂപ്പ് നമ്പർ? S ബ്ലോക്ക് ആണ്. സോ ഗ്രൂപ്പ് നമ്പർ 1. ദെൻ 3d5 4s2 D ബ്ലോക്ക് ആണ് 7. ഇനി ആർഗൺ 3d10 4s2 4p5 വീണ്ടും P ബ്ലോക്ക്. അപ്പോൾ എത്ര തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ വരിക? 17. സോ ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? Aയും Dയും. ക്ലിയർ? ഓക്കെ. ദെൻ ചോദിച്ചിട്ടുള്ളത്
അയോണീകരണ ഊർജ്ജം ഏറ്റവും കുറഞ്ഞ മൂലകം ഏത്? അയോണീകരണ ഊർജ്ജം ഏറ്റവും കുറഞ്ഞ മൂലകം നമുക്കറിയാം. അയോണീകരണ ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജ്ജത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയോണീകരണ ഊർജ്ജം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്തോറും അയോണീകരണ ഊർജ്ജം കൂടി വരും. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയോണീകരണ ഊർജ്ജം കുറഞ്ഞു വരികയും ചെയ്യും. നമുക്കറിയാം. അത് പ്രകാരം ഏതിനായിരിക്കും ഏറ്റവും കുറഞ്ഞ അയോണീകരണ ഊർജ്ജം ഉണ്ടാവുക? ഈ 17ാം ഗ്രൂപ്പിലുള്ളത് നമുക്കറിയാം. പീരീഡിൻ്റെ എല്ലാം തന്നെ 4ാമത്തെ പീരീഡിലാണുള്ളത്. അത് മാത്രമല്ല ഈ എയും ഡിയും കിടക്കുന്നത് പീരീഡിൻ്റെ ഏറ്റവും അറ്റത്താണ്. സോ അതിന് നല്ല അയോണീകരണ ഊർജ്ജം കൂടുതലായിരിക്കും. ഏറ്റവും ഈ അറ്റത്ത് വരുന്നത് ആരാണ്? പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുന്നതോറും അയോണീകരണ ഊർജ്ജം കൂടി വരുന്നു. അപ്പോൾ ഏറ്റവും കുറവായിരിക്കും ബിക്കായിരിക്കും ഏറ്റവും കുറഞ്ഞ അയോണീകരണ ഊർജ്ജം. ബി കഴിഞ്ഞിട്ടാണ് സി വരുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഈ എയും അതേപോലെ തന്നെ ഡിയും ഒക്കെ വരുന്നത്. ഓക്കെ, എ 3ാമത്തെ പീരീഡിലും കൂടിയാണ് വരുന്നത്. തൊട്ടു മുകളിലാണ്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും അയോണീകരണ ഊർജ്ജം എന്താ ചെയ്യുന്നത്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ദെൻ +1 ഓക്സീകരണാവസ്ഥ മാത്രം കാണിക്കുന്ന മൂലകം ഏത്? നമുക്കറിയാം ഈ ഡി ബ്ലോക്ക് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നതാണ്. അതേപോലെ തന്നെ എസ് ബ്ലോക്ക് നമുക്കറിയാം 1ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് ഓക്സീകരണാവസ്ഥ മാത്രമേ കാണിക്കുള്ളൂ? +1. കാരണം അവർക്ക് ഈ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? സ്ഥിരത കൈവരിക്കുന്നു. സോ ആൽക്കലി ലോഹങ്ങൾ 1ാമത്തെ ഗ്രൂപ്പായിട്ടുള്ള ആൽക്കലി ലോഹങ്ങൾ എല്ലായ്പ്പോഴും ഏത് ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുള്ളൂ? +1. സോ അതിൻ്റെ ആൻസർ എന്താണ്? ബി. നെക്സ്റ്റ് നോക്കൂ, C4+ അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞത്. സി ആർഗൺ 3d5 4s1 അവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് എഴുതി നോക്കാം. ആർഗൺ 4+ ആണ്. 4 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. ആദ്യം എവിടെ നിന്ന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കും? 4s നിന്ന് വിട്ടുകൊടുക്കും. പിന്നെ 3d നിന്ന് വിട്ടുകൊടുക്കും. സോ 3d3. ഇതാണ് C4+ൻ്റെ കോൺഫിഗറേഷൻ. C4+ൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? ആർഗൺ 3d3. 4s ആദ്യം 2 ഇലക്ട്രോൺ വിട്ട് കൊടുക്കും. ദെൻ 3d 2 ഇലക്ട്രോൺ വിട്ട് കൊടുക്കും. ക്ലിയർ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2018 ചോദിച്ചുള്ള ചോദ്യമാണ്. എ എന്ന മൂലകത്തിൻ്റെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം 3s2 3p4. ഈ മൂലകം പീരിയോഡിക് ടേബിളിലെ ഏത് പീരീഡിലാണ് ഉൾപ്പെടുന്നത്? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 3s2 3p4 എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് ഏത് പീരീഡിലാണ് അത് ഉൾപ്പെടുന്നത്? 3ാമത്തെ പീരീഡിലാണ് ഈ എ എന്ന മൂലകം ഉൾപ്പെടുന്നത്. ദെൻ മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ കാണുക. പി ബ്ലോക്ക് ആണ്. സോ ഇതിനോട് കൂടെ എത്ര കൂട്ടണം? 12 കൂട്ടണം. എത്രയാണ് ആൻസർ? 16. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏത്? അവസാന ഇലക്ട്രോൺ പി സബ്ഷെല്ലിലല്ലേ? സോ ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2018 തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളിൽ സബ് ഷെല്ലുകളുണ്ട്. നമുക്കറിയാം അത്. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 10. ഞാൻ നേരത്തെ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഡി സബ്ഷെല്ലിൽ 10. 3ാം ഷെല്ലിലെ സാധ്യമായ സബ്ഷെല്ലുകളെ അവയുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ. 3ാമത്തെ സബ്ഷെല്ലിൽ ഏതൊക്കെ സബ്ഷെല്ലുകളുണ്ട്? 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഏറ്റവും ഊർജ്ജം കുറവ് ആർക്കാണ്? 3s. ദെൻ പിന്നെ ആർക്കാണ്? 3p. ദെൻ ആർക്കാണ്? 3d. അപ്പോൾ 3ാമത്തെ സബ്ഷെല്ലിലെ ഊർജ്ജം കൂടി വരുന്ന ക്രമമാണ് 3s > 3p > 3d. നെക്സ്റ്റ് ചോദിച്ചത് 3ാം ഷെല്ലിലെ താഴെ കൊടുത്തിട്ടുള്ള 2 ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ കോപ്പറിൻ്റെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഏത്? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ഏതാണ് കോപ്പറിൻ്റെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം? 3d10 4s1. അതിൻ്റെ റീസൺ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് പറഞ്ഞത്? പൂർണ്ണമായി നിറഞ്ഞ ഡി ഉപശെൽ എന്താണ്? ഭാഗികമായി നിറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്ഥിരതയുള്ളവയാണ്. ആ കൂടുതൽ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി കോപ്പർ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു പുനഃക്രമീകരണം നടത്തി 3d10 4s1 എന്നീ വിന്യാസമാണ് സ്വീകരിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യമാണ്. എക്സ് എന്ന ആറ്റത്തിൻ്റെ 3ാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോണുകളുണ്ട്. എക്സിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. 3ാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് തന്നത്. സോ നമുക്കൊന്ന് എഴുതി നോക്കാം. 1s2 2s2 2p6. ഇനി 3ാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 3s2 3p4. അപ്പോഴല്ലേ 6 ഇലക്ട്രോൺ ആവുള്ളൂ. 3s2 3p4. 3ാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ. ഇനി എക്സ് സാധാരണയായി കാണിക്കുന്ന സംയോജകത വാലൻസി എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
സാധാരണയായി കാണിക്കുന്ന വാലൻസി എത്ര ആയിരിക്കും? ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. സോ അതെന്തായിരിക്കും അതിൻ്റെ വാലൻസി കാണിക്കുക? 2 ഇലക്ട്രോൺ എല്ലായ്പ്പോഴും എന്ത് ചെയ്യും? സ്വീകരിക്കും. സോ വാലൻസി എത്ര ആയിരിക്കും വരിക? വാലൻസി 2. എല്ലായ്പ്പോഴും കാണിക്കുന്ന വാലൻസി എത്ര ആയിരിക്കും? 2. കാരണം ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്, 2 ഇലക്ട്രോൺ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണത് ട്രൈ ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2019 മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള മറ്റൊരു ചോദ്യം. ഇരുമ്പിൻ്റെ ആറ്റോമിക് നമ്പർ 26 ആണ്. ഇരുമ്പ് പീരിയോഡിക് ടേബിളിലെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ആദ്യം നമുക്ക് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കാം. 1s2 2s2 Fe26 ആണ് ചോദിച്ചിട്ടുള്ളത്. 2p6 3s2 3p6 3d6 4s2. ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ ബാഹ്യതമ ഡി എസ് ഉപശലി ഇലക്ട്രോണുകളുടെ എണ്ണം തമ്മിൽ ആഡ് ചെയ്യുക. സോ 6 + 2 എത്രയാണ് വരിക? 8. ക്ലിയർ? അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 8 ആണ്. ദെൻ ചോദിച്ചത് Fe2O3 എന്ന സംയുക്തത്തിൽ ഇരുമ്പിൻ്റെ ഓക്സീകരണാവസ്ഥ എത്ര എന്നാണ് ചോദിച്ചത്. Fe2O3 നോക്കൂ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്സിജന് 2 ഇലക്ട്രോൺ വേണം. സോ ടോട്ടൽ 3 ഓക്സിജൻ ഉണ്ട്, 6 ഇലക്ട്രോൺ വേണം. അത് കൊടുക്കാൻ 2 Fe ഉണ്ട്. ഒരു Fe എത്ര കൊടുത്താൽ മതി? 3. സോ Fe + 3. സോ Fe2O3 Feൻ്റെ ഇരുമ്പിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? +3. ദെൻ ഈ ഓക്സീകരണാവസ്ഥയുള്ള ഇരുമ്പ് അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ Fe3+ൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞത്. എന്താ വരിക? ഈ 4s 2 ഇലക്ട്രോണും പോകും, 3d 1 ഇലക്ട്രോണും പോകും. സോ എന്താ വരിക? 1s2 2s2 2p6 3s2 3p6 3d5. 4s 2 ഇലക്ട്രോണും വിട്ടുകൊടുക്കും, 3d 1 ഇലക്ട്രോണും വിട്ടുകൊടുക്കും. ക്ലിയർ? ഓക്കെ, 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2019 പിന്നെ മെയിൻ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. ഒരു മൂലകത്തിൻ്റെ അവസാന സബ്ഷെൽ 3p ആണ്. ഇതിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. മൂലകത്തിൻ്റെ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എന്താ വരിക? 3pയിൽ 3 ഇലക്ട്രോൺ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ 1s2 2s2 2p6 3s2 3p3. ദെൻ മൂലകത്തിൻ്റെ പിരീഡും ഗ്രൂപ്പും തിരിച്ചെഴുതണം. പിരീഡ് നമ്പർ എത്രയാണ്? 3 ആണ്. ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? ബാഹ്യതമ പി ഉപശലി ഇലക്ട്രോണത്തിനോട് കൂടെ 12 കൂട്ടുക. പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്ന കാര്യം നമ്മൾ പഠിച്ചതാണ്. സോ 3 + 12 15. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2019 തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ 19 ആണ്. മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ 19 ഉള്ളത്. എന്താ വരിക? 1s2 2s2 2p6 3s2 3p6 4s1. 3p കഴിഞ്ഞ ഇലക്ട്രോൺ എവിടേക്കാണ് പോകുന്നത്? 4s1. ഇതാണ് 19 ഉള്ള ആറ്റത്തിൻ്റെ പിന്നെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ദെൻ മൂലകത്തിൻ്റെ ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക്, ഓക്സീകരണാവസ്ഥ ഇവ തിരിച്ചറിഞ്ഞെഴുതുക. ഗ്രൂപ്പ് നമ്പർ എത്രയാണ് വരിക? ഇത് എസ് ബ്ലോക്ക് ആണ്. സോ എത്രയാണ് ഗ്രൂപ്പ് നമ്പർ? 1. പീരീഡ് നമ്പർ എത്രയാണ് വരിക? ബാഹ്യതമ മുഖ്യ ഷെല്ലിൻ്റെ എണ്ണം എത്രയാണത്? 4. പിന്നെ ബ്ലോക്ക് ഏതാണ്? ബ്ലോക്ക് എസ് ബ്ലോക്ക്. ഓക്സീകരണാവസ്ഥ എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ 1ാം ഗ്രൂപ്പ് മൂലകൾ എല്ലായ്പ്പോഴും ഏത് ഓക്സീകരണാവസ്ഥയാണ് കാണിക്കുക? +1. ക്ലിയർ? 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഗ്രൂപ്പ് നമ്പർ 1 ആണ്, പീരീഡ് നമ്പർ 4, എസ് ബ്ലോക്കാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് എല്ലായ്പ്പോഴും ഏത് ഓക്സീകരണാവസ്ഥയാണ് കാണിക്കുക? +1. രണ്ടാമത്തെ ഗ്രൂപ്പ് എല്ലായ്പ്പോഴും എന്താ കാണിക്കുക? +2. ഈ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്കിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേകത എഴുതാനാണ് പറഞ്ഞത്. എസ് ബ്ലോക്കിൻ്റെത്. എസ് ബ്ലോക്കിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് താഴ്ന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിരിക്കും, താഴ്ന്ന അയണീകരണ ഊർജ്ജമായിരിക്കും. അതേപോലെ എസ് ബ്ലോക്ക് 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എല്ലായ്പ്പോഴും +1 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. 2ാം ഗ്രൂപ്പ് മൂലകങ്ങൾ +2 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. കൂടുതലും എന്താണ്? ലോഹങ്ങളാണ് എന്ന് തുടങ്ങിയ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകത മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2020 മോഡൽ പരീക്ഷയിൽ, കഴിഞ്ഞ വർഷത്തെ മോഡൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം. അയണിൻ്റെ 2 ക്ലോറൈഡുകളാണ് FeCl2 ആൻഡ് FeCl3. Feയുടെ ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥയും തന്നിട്ട് -1. ക്ലോറിനും ഓക്സിജനും ഉള്ള പിന്നെ കോമ്പൗണ്ടുകളാണ് കൂടുതലും സംയുക്തങ്ങളാണ് ചോദിക്കാറുള്ളത്. ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണ് ഓക്സീകരണാവസ്ഥ, ക്ലോറിൻ്റെ എന്താണ്? -1. FeCl2ൽ Feയുടെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തുക. FeCl2 Cl2 2 ക്ലോറിൻ ഉണ്ട്, ഒരു ക്ലോറിന് 1 ഇലക്ട്രോൺ വേണം, 2 ക്ലോറിന് 2 ഇലക്ട്രോൺ കൊടുക്കാൻ ഒരേ ഒരു Fe മാത്രം. സോ എന്താ വരിക? Fe2+.
നെക്സ്റ്റ് Fe3+ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ Fe2+ ആണ്, പക്ഷേ Fe3+ എഴുതാനാണ് പറഞ്ഞത്. തൊട്ട് മുമ്പ് ചോദിച്ചുള്ള ഒരു ചോദ്യം കൂടെയാണത്. Fe3+ എന്താണ് വരിക? 1s2 2s2 2p6 3s2 3p6 3d6 4s2 ആണ്. അതിൽ നിന്ന് 4s നിന്ന് 2 എണ്ണം പോവും, 3d ഒന്നും പോവും. സോ 3s2 3p6 3d5 അതാണ് Fe3+ൻ്റെ കോൺഫിഗറേഷൻ. ക്ലിയർ? ഓക്കെ. ദെൻ 2020 മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യം, എക്സ് എന്ന മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വരിക? 1s2 2s2 2p6 3s2. ദെൻ ഈ മൂലകം ഉൾപ്പെടുന്ന പീരീഡ് നമ്പർ എത്രയാണ്? 3. പീരീഡ് നമ്പർ എത്രയാണ്? 3. ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ഏതാണ് ബ്ലോക്ക്? എസ് ബ്ലോക്ക്. ദെൻ എക്സിൻ്റെ ക്ലോറൈഡിൻ്റെ രാസസൂത്രം എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു രാസസൂത്രം എഴുതുന്നത്. ഇവിടെ എക്സിൻ്റെ സംയോജിത എത്രയാണ് വരിക? ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. സോ 2 ആണ്. ക്ലോറിൻ നമുക്കറിയാം 1 ആണ്. സോ എന്ത് ചെയ്യണം? ആരവിടെ ഇലക്ട്രോൺ വിട്ട് കൊടുക്കുക? എക്സ് ആണ്. സോ XCl. ക്ലോറിൻ്റെ സംയോജകത ആർക്ക് എഴുതി കൊടുക്കണം? എക്സിന്. X1Cl2 അഥവാ XCl2. XCl2 അതാണ് അതിൻ്റെ ക്ലോറൈഡിൻ്റെ രാസസൂത്രം. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഇത് നിങ്ങൾ ആരാന്നുള്ളതൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കണം. 12 ആറ്റോമിക് നമ്പർ നമുക്ക് ആരാന്നുള്ളത് അറിയാം, മഗ്നീഷ്യമാണ്. സോ അതിൻ്റെ ക്ലോറൈഡ് എന്താണ്? MgCl2, മഗ്നീഷ്യം ക്ലോറൈഡ്. അതിനല്ലേ നമുക്ക് കിട്ടിയത് XCl2. അത് നമുക്ക് ഉത്തരം ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആരാന്ന് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 മോഡലിൽ ചോദിച്ച മറ്റൊരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ആറ്റത്തിൽ സാധ്യമല്ലാത്ത സബ്ഷെൽ ഏതാണ് എന്നാണ് ചോദിച്ചത്. 2p പോസിബിൾ ആണ്. 3f പോസിബിൾ ആണോ? 3f ഈസ് നോട്ട് പോസിബിൾ. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, പല തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. മൂന്നാമത്തെ ഷെല്ലിൽ എസും പിയും ഡിയും മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് 1s ഈസ് പോസിബിൾ, 4d ഈസ് ആൾസോ പോസിബിൾ. സോ സാധ്യമല്ലാത്ത സബ്ഷെൽ ഏതാണ്? 3f ആണ് പോസിബിൾ അല്ലാത്തത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2020 മറ്റൊരു ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ക്രോമിയത്തിൻ്റെ ശരിയായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തുക. ഏതാണ് ശരിയായ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം? നമുക്കറിയാം 3d5 4s1. ഈ ഇലക്ട്രോൺ വിന്യാസം തിരഞ്ഞെടുക്കാൻ കാരണമെന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു, പകുതി നിറഞ്ഞ ഡി ഉപശെൽ എന്താണ്? ഭാഗികമായി നിറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്ഥിരതയുള്ളവയാണ്. അത് 2-3 തവണ ചോദിച്ചുള്ള ചോദ്യമാണ്. നിർബന്ധമായിട്ട് അത് പഠിച്ചിരിക്കണം. സോ ആ കൂടുതൽ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് ക്രോമിയം അവരുടെ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഒരു പുനഃക്രമീകരണം നടത്തിയിട്ട് 3d5 4s1 എന്നീ ഇലക്ട്രോൺ വിന്യാസമാണ് സ്വീകരിക്കുന്നത്. ഈ 1 മാർക്കൊക്കെയാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ഥിരത കൈവരിക്കാൻ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ മാർക്ക് എന്തായാലും കിട്ടും. 2 മാർക്കിനാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയും വേണം. ഓക്കെ. ഇത് 2020 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് 2020 ചോദിച്ച മറ്റൊരു ചോദ്യം, അവസാനത്തെ ചോദ്യം. മുൻ വർഷത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 2020 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യം നോക്കൂ. ഒരു മൂലകത്തിൻ്റെ ബാഹ്യതമ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 3d5 4s1 ആണ്. ഈ മൂലകത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. നമുക്കറിയാം. സോ 1s2 2s2 2p6 3s2 3p6 3d5 4s2. ഓക്കെ. ദെൻ ഇതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഇതിൻ്റെ ആറ്റോമിക് നമ്പർ വരിക? കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടും. എത്ര വരിക? 25. ആറ്റോമിക് നമ്പർ എത്രയാണ്? 25. അത് ഈ 3d5 4s2 വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഐഡിയ കിട്ടും. 18 + 2 20 20 + 5 25. ഇതിൻ്റെ ബ്ലോക്കും പീരീഡും കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഏതാണ് ബ്ലോക്ക്? ബ്ലോക്ക് ഏതാണ്? ഡി ബ്ലോക്കാണ്. ബാഹ്യതമ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നത് ഡി സബ്ഷെല്ലിലല്ലേ. ഇനി അതിൻ്റെ പീരീഡ് നമ്പർ എത്രയാണ്? 4. മുഖ്യ ഷെല്ലിൻ്റെ എണ്ണം 4. ഈ മൂലകം വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു. കാരണം എന്താ അതിൻ്റെ കാരണം? ബാഹ്യതമ DS ഉപശെല്ലുകൾ തമ്മിലുള്ള ഊർജ്ജ വ്യത്യാസം എന്താണ്? വളരെ കുറവാണ്. അതുകൊണ്ട് അനുകൂല സാഹചര്യത്തിൽ 3Dയിലെയും 4Sലെയും 3d 4s സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാനുള്ള കാരണം. അവർ തമ്മിലുള്ള ഊർജ്ജ വ്യത്യാസം വളരെ കുറവാണെന്നുള്ളൊരു പോയിൻ്റാണ് അവിടെ കിട്ടേണ്ടത്. അതിനൊരു മാർക്കും കൂടെ കിട്ടും. ഇനി 2020 തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടിയാണിത്. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, 14. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് 2017 മുതൽ 2020 വരെ മോഡൽ പരീക്ഷയിലും അതേപോലെ തന്നെ പബ്ലിക് എക്സാമിനേഷനും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ചാപ്റ്റർ വളരെ സിമ്പിളാണ്, നിങ്ങളെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യുക.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത മറ്റൊരു ലെസണിൽ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ഇതേപോലെ തന്നെ ക്യുക്ക് റിവിഷനും അതിൻ്റെ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഗുഡ് ബൈ.